ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയത്ത്. ജനങ്ങൾ എത്രയോ തവണ ശിവൻകുട്ടിയോട് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ്, മറ്റേതാണ്, ഇതെല്ലാം പരിഹരിക്കണം. ചെയ്തില്ലല്ലോ. കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം, ഞാൻ തീരുമാനിക്കാം എവിടെയാണ് സംവാദം, എപ്പോഴാണ്, ഏത് സമയം, ഏത് ഡേറ്റ് ഞാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് പറയാം. അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. എല്ലാം നോക്കൂ, അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആരാണെങ്കിലും ഏത് മലയാളിയാണെങ്കിലും അവർ ഒരുമിച്ച് പറയുന്നു മതിയായി. ഈ LDFും UDFും മാറി ഭരിച്ച കേരളത്തിൻ്റെ ഈ സ്ഥിതി കാണുമ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, നിക്ഷേപമില്ലായ്മ, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ജനങ്ങൾ പറയുന്നു മതിയായി, അവർക്കൊരു മാറ്റം വേണമെന്ന് ജനങ്ങളാണ് പറയുന്നത്. ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 12 കൊല്ലം മുമ്പ് 2014 ഇന്ത്യക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു മാറ്റം വേണം. നരേന്ദ്രമോദിജി വന്ന് 12 കൊല്ലത്തിൽ അധ്വാനിച്ച് മാറ്റം കൊണ്ടുവന്നല്ലോ. അതുപോലെ തന്നെ BJP NDAക്ക് ഒരു അവസരം ജനങ്ങൾ തരും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ വിശ്വാസം. തന്നാൽ ഒരു വലിയ മാറ്റം നിയമത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാറ്റമല്ല, മൊത്തം കേരളത്തിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. പുതിയൊരു SDPI CPM ഡീലിനെ പറ്റിയുള്ള ആക്ഷേപങ്ങളും നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, 4 ദിവസം മുമ്പ് നിങ്ങളെല്ലാവരും എന്നോട് വന്ന് ചോദിച്ചു, ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഡീലാണ്, CPM ആണ് B ടീം, കോൺഗ്രസ് ആണ് B ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് എല്ലാവരും സമ്മതിക്കുന്നില്ലല്ലോ, ഉണ്ടല്ലോ, BJP ആണ് A ടീം. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ ഡീൽ ചെയ്യുന്നവർ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ഡീൽ ചെയ്യുന്നത് ആരാണ്? SDPIൻ്റെ ഒപ്പം ഡീൽ ചെയ്യുന്നത് ആരാണ്? 2 പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? ജനങ്ങളുടെ കണ്ണിൽ ഈ പൊടിയിടുന്ന രാഷ്ട്രീയമല്ല, അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾക്ക് എല്ലാം അറിയാം. വെറുതെ ഓരോരോ പ്രചരണം നടത്തി പിന്നെ വികസനത്തിന് ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും പറയാ, സംവാദം, ഡീല്. ശിവൻകുട്ടി 10 കൊല്ലം, CPM 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ടാണ് ഭരിക്കാൻ വന്നത്. എന്തെങ്കിലും ശരിയായോ? ഇന്നലെ ഞാൻ MSK നഗർ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. MSK നഗർ 20 കൊല്ലം 25 കൊല്ലം ഒന്നും ചെയ്യാണ്ട് കിടക്കുന്ന ഒരു ജനങ്ങൾ അവിടെ ജീവിക്കുകയാണ്. എന്നിട്ട് അവിടെ ഫ്ലെക്സ് വെച്ചിരിക്കുക, 30 ലക്ഷം അനുവദിച്ചെന്ന്. ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. നാണമില്ലാത്ത രാഷ്ട്രീയക്കാരാണ് ഇവർ. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, ജനങ്ങളുടെ അവസരം തരുമ്പോൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ വിവാദങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങൾ സൃഷ്ടിക്കുക, ഡീല്, സംവാദം. ശിവൻകുട്ടിയാണോ തീരുമാനിക്കേണ്ടത് എവിടെയാണ് നടക്കുന്നത് സംവാദം? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം മാറ്റി വെച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ കൊണ്ടുവരണം. അതാണ് ജനങ്ങളുടെ ആവശ്യം. ജനാധിപത്യം, ഡെമോക്രസിയിൽ ജനങ്ങളെ സേവിക്കാനാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ മിനിറ്റും ജനങ്ങൾ മുമ്പിൽ പോയി പറയുന്നു. അങ്ങനെ ധൈര്യവും നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയൂ. 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും. 10 കൊല്ലം UPA ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിച്ചപ്പോൾ 8 മന്ത്രിമാരായിരുന്നു ഇവിടുന്ന്, കേരളത്തിൽ നിന്ന്. അവരെന്ത് ചെയ്തു എന്ന് നിങ്ങളൊന്നും ആരും ചോദിക്കണം. ഞങ്ങൾ എന്ത് ചെയ്തു? 12 കൊല്ലം മുമ്പേ നരേന്ദ്രമോദിജിക്ക് ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, വിവാദങ്ങൾ നടക്കട്ടെ. അല്ല, ഞങ്ങൾ ചെയ്യുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മുസ്ലിം ഔട്ട്റീച്ചിനെ കുറിച്ച് മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും വോട്ടിന് വേണ്ടിയിട്ടല്ല. ഈ തെറ്റിദ്ധാരണ 20 കൊല്ലം 30 കൊല്ലം മുമ്പേ വിഷം കയറ്റി വെച്ചിരിക്കുന്നത് BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, BJP ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ്, BJP ഇതാണ്, മാങ്ങയാണ്, ചക്കയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഷം കയറ്റി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാക്കാനും ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ വികസിത കേരളം എന്ന ഞങ്ങളുടെ ഒരു മെസ്സേജും കാഴ്ചപ്പാടും എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലേ ഞങ്ങൾ പറഞ്ഞത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം. എല്ലാവർക്കും പുരോഗതി, എല്ലാവർക്കും വികസനം, എല്ലാവർക്കും അവസരങ്ങൾ, എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അല്ല, നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 140 കോടി ജനങ്ങളുടെ ഒരു ഇന്ത്യയിൽ ചില
ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ മലയാളികൾ എവിടെയാണെങ്കിലും ഞാൻ BJP NDAൻ്റെ പേരിൽ പറഞ്ഞു അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പോളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല, വോട്ടിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളെ കടുമയായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എവിടെ ആരെങ്കിലും മിഡിൽ ഈസ്റ്റിലാണോ നോർത്ത് ഇന്ത്യയിലാണോ എവിടെയാണെങ്കിലും ഒരു മലയാളിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് BJP NDA 100% ഉണ്ടാവും, കൂടെ ഉണ്ടാവും, അവർക്ക് വേണ്ടി അധ്വാനിക്കും, പ്രവർത്തിക്കും എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ്, ഇന്നും പറയുന്നു.